മാധ്യമപ്രവർത്തകൻ അരുൺ ലക്ഷ്മണിലേക്കാണ്. ശ്രീ അരുൺ ലക്ഷ്മൺ, ഇപ്പോൾ മോദിയുടെ വിജയപ്രസംഗം പുരോഗമിക്കുമ്പോൾ സ്ത്രീകളുടെയും യുവാക്കളുടെയും വോട്ട് അവർക്കുള്ള നന്ദി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. സ്ത്രീകൾക്കായി പദ്ധതിയുണ്ട്. സ്ത്രീകൾക്കായി 10,000 രൂപ 2 മാസം മുൻപ് തന്നെ അക്കൗണ്ടിൽ വിട്ടുകൊടുക്കുന്ന ഒരു പരിപാടി നടത്തിയിരുന്നു. അത് ആ രീതിയിൽ വലിയ രീതിയിൽ സ്ത്രീ വോട്ടർമാരുടെ ടേൺ ഔട്ടും ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അത് പൂർണ്ണമായും ലഭിച്ചു എന്നുള്ള ആത്മവിശ്വാസം. യുവാക്കളെ സംബന്ധിച്ച് 99,000 യുവാക്കളെങ്കിലും വിവിധ സംസ്ഥാനങ്ങളിൽ തൊഴിലില്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്, അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തു ചെയ്തു എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ഒരു എല്ലാം നടപ്പാക്കി എന്ന രൂപത്തിൽ പറയുന്നു, പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. അതെങ്ങനെയാണ് ജനങ്ങളിലേക്ക് ആ രൂപത്തിൽ എത്തുന്നത്, അത് വിശ്വസിക്കുന്ന രൂപത്തിലേക്ക് എത്തുന്നത്? എന്താണ് ഈ തന്ത്രം? അല്ല, BJP അല്ലെങ്കിൽ ഇന്ത്യയെ ബീഹാറിൽ വളരെ കൃത്യമായിട്ട് ഗ്രാസ് റൂട്ടിൽ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഈ ഗ്രാസ് റൂട്ട് ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഒരു സക്സസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ നേരത്തെ എന്താ പറയാ, മുസ്ലിം ദളിത് ഒരു കോമ്പിനേഷൻ ആയിരുന്നു RJDയുടെ ഒരു പ്ലാങ്ക്. പക്ഷെ അത് മാറ്റി മഹിള യൂത്ത് എന്നുള്ളൊരു സ്ഥാനത്തിലേക്ക് BJP അല്ലെങ്കിൽ NDA കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ നിതീഷ് കുമാർ സുശാസൻ ബാബു എന്നാണ് ബീഹാറിൽ വിളിക്കുക. എനിക്കറിയില്ല, സ്മൃതിക്ക് അറിയാവുന്ന പണ്ടത് 1992-2005 ആയിരുന്നു RJDയുടെ ലാലു പ്രസാദ് യാദവിന്റെ റിജൈൻ, അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവ്, രാബ്രി ദേവി, ആ റൂളിന്റെ കാലത്ത് ജംഗിൾ രാജ് എന്നാണ് ആ കാലത്തിലെ പറഞ്ഞിട്ടുള്ളത്. അത് പബ്ലിക് പറഞ്ഞതല്ല, പറ്റ്ന ഹൈക്കോടതി തന്നെ ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റിൽ പറഞ്ഞൊരു കമന്റ് ആയിരുന്നു ജംഗിൾ രാജ്. ആ സാധനം പിന്നെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും ഏറ്റെടുക്കുകയും, അതായത് RJDയുടെ ഓപ്പോസിംഗ് പാർട്ടീസ് ഏറ്റെടുക്കുകയും ആ സാധനം ഇപ്പം ഈ ക്യാമ്പയിനിൽ പോലും ഏറ്റവും വലിയ ഒരു സ്ലാങ് BJP NDA ഉപയോഗിച്ചത് ജംഗിൾ രാജായിരുന്നു. ആ ടേം ഇന്നിപ്പം ട്വിറ്ററിൽ, അതായത് എക്സിൽ ഏറ്റവും അധികം ട്രെൻഡ് ചെയ്യുന്ന സാധനം അതാണ്. 90s യൂത്ത് പറയുന്നത്, ഞങ്ങൾ 90s ജനറേഷൻ, അവർ ഞങ്ങൾക്ക് 6 വയസ്സിൽ പോലെ ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വന്നിരുന്നു ആ ജംഗിൾ രാജിന്റെ കാലത്ത്. റെയിൽവേ സ്റ്റേഷനിൽ രാത്രി 3 മണിക്ക് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത വീടായാൽ പോലും വീട്ടുകാർ വരണ്ട, രാവിലെ നേരം പൊളന്നിട്ട് വന്നാൽ മതി എന്ന് പറയും. ഈ കാര്യങ്ങൾ ഇപ്പം ട്വിറ്ററിൽ ആഘോഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് യൂത്ത്. അന്നത്തെ 90s കുട്ടികൾ, അവര് ജെൻസെഡില് ഈ ജംഗിൾ രാജ് തിരിച്ചു വരാതിരിക്കട്ടെ. അപ്പൊ ആ ഒരു സംഭവത്തിന്റെ മുകളിലാണ് BJP അല്ലെങ്കിൽ NDA കൃത്യമായിട്ട് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ എനിക്ക് തോന്നുന്നു ഇലക്ഷൻ കമ്മീഷൻ ധാരാളം വർക്ക് ചെയ്ത് 1.8 ലാഖ് ജീവിക ദീദീസ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ഈ സ്ത്രീകളെയും കുട്ടികളെയും ഏറ്റവും അധികം സ്ത്രീകളെ ബൂത്തുകളിൽ എത്തിക്കാനും ആ ഒരു കാര്യം കൃത്യമായി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ NDAന്റെ ഒരു ഗ്രാസ് റൂട്ടിൽ ഔട്ട്റീച്ച് ചെയ്യുകയും അതുപോലെ തന്നെ ഗുഡ് ഗവേണൻസിന്റെ സാധനം അവര് പബ്ലിക്കിലേക്ക് എത്തിക്കാനും അവർ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഗുഡ് ഗവേണൻസ് എത്രത്തോളം യാഥാർത്ഥ്യമാണ് ശ്രീ അരുൺ ലക്ഷ്മൺ? നഗരങ്ങളിൽ വലിയ വികസന പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ടാകാം, പക്ഷേ ബീഹാറിലെ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ എത്ര ദയനീയമാണ് സ്ഥിതി. ഈ പരമദരിദ്രർക്ക് പെട്ടെന്ന് 10,000 രൂപ കിട്ടുമ്പോൾ അതിന്റെ കണ്ണു തള്ളിപ്പോകുന്നുണ്ടാകാം. അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് വാങ്ങുക എന്ന് പറയുമ്പോൾ നിയമപരമായി തെറ്റല്ലായിരിക്കാം, നിയമപരമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇതൊരു രീതിയായി പടരുകയാണ്. കേന്ദ്രം ഭരണത്തിലാണ്, കേന്ദ്ര ഭരണം BJPക്കാണ്. ആ നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ 67,928 കോടിയാണ് ചെലവഴിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മാത്രം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾക്കായി. അപ്പോൾ അതിന് ഫണ്ടുണ്ട്, അത് പ്രതിപക്ഷത്തിനുണ്ടാകില്ല. ശ്രീ അരുൺ ലക്ഷ്മൺ, അല്ല, നേരത്തെ ഇതുപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ ഫ്രീബീസ് ധാരാളം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ചില സമയത്ത് ഇതൊക്കെ കൊടുക്കും, ഫ്രീബീസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും ഇതിന്റെ ഒരു കൗണ്ടർ നെറേറ്റീവ് കോൺഗ്രസ് അടക്കമുള്ള ലീഡർഷിപ്പ് അല്ലെങ്കിൽ മഹാഗഠബന്ധന്റെ ഒരു നെറേറ്റീവ് ഉണ്ടാവണ്ടേ. ആ നെറേറ്റീവിന് പകരം അവർ എന്ത് ഗ്രൗണ്ടിൽ ചെയ്തു, അവരുടെ ഇപ്പം ബീഹാറിൽ പോയ ആളുകൾ, അല്ലെങ്കിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ അവിടെ ഒരുപാട് സമയം പോയിട്ടുണ്ടായിരുന്നു, റിപ്പോർട്ട് ചെയ്യണം. 1992-2005 ആ കാലഘട്ടത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ആ കാലത്ത് നിന്ന് ഒരുപാട് വ്യത്യസ്തമുണ്ട്, സത്യമായിട്ട് വ്യത്യാസമുണ്ട്. ഇപ്പം പക്ഷെ ബീഹാറിലെ ഗ്രാമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കുറെ സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഈ എന്തുകൊണ്ടാണ് ഈ കൗണ്ടർ നെറേറ്റീവ് കോൺഗ്രസിന് ആ സാധനം ഗ്രൗണ്ടിൽ പറയാൻ പറ്റാത്തത്, അല്ലെങ്കിൽ RJDക്ക് അത് പറയാൻ പറ്റാത്തത്? ഈ സാധനമായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത് എന്റെ ഒരു പൂർണ്ണമായ ബോധ്യം ഇപ്പോഴും. അതുപോലെ കോൺഗ്രസ് അവരുടെ മഹാഗഠബന്ധൻ അതിന്റെ ആക്ട് പ്രോപ്പറായിട്ട് പൊട്ടുകയറിയാൻ പറ്റിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയത്, അവിടെ പോയ ഞങ്ങളുടെ ബ്യൂറോന്ന്, ഡൽഹി ബ്യൂറോന്നും ബീഹാർ ബ്യൂറോന്നൊക്കെ പോയ അവര് പറയുന്നത് വെച്ചാൽ താഴെത്തട്ടില് കോൺഗ്രസിന്റെ ഗ്രാസ് റൂട്ട് വർക്ക് തീരെ നന്നായിട്ടുണ്ടായിരുന്നില്ല, അല്ലെ മഹാഗഠബന്ധന്റെ. ആ സാധനം ഇവർ കൃത്യമായി ക്യാപിറ്റൽ ചെയ്തു. വിനോദ് താവ്ഡെ പോലത്തെ ഒരു നാഷണൽ ലീഡർ, BJP നാഷണൽ ജനറൽ സെക്രട്ടറി, അവർ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
300ഓളം ആളുകൾ ഇറങ്ങിയ ഒരു എന്താ പറയാ വാർ റൂം. ആ വാർ റൂം എന്ന് എവറി 24 hours അപ്ഡേറ്റ് ഉണ്ടായിരുന്നു സെൻട്രലൈസ് സ്ഥലത്ത്. എന്താണ് ന്യൂനതകളുള്ളത്, എവിടെ വോട്ട് ചെയ്യില്ല, ആ വോട്ടിംഗ് ഡേ പോലും ആ ഒരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഒരു മേജർ ഫാക്ടർ. മറ്റുള്ള ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. ആ സാധനം വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ധാരാളം സ്ത്രീകൾ ഈ ഇലക്ഷന് വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷേ ഈ കൗണ്ടർ നറേറ്റീവ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. ശ്രീ ദാമോദർ പ്രസാദ്, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പുകളുടെ പ്രസക്തിയുണ്ടോ എന്ന രൂപത്തിൽ പോലും ചിലർ സംസാരിക്കുന്നുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.